Welcome to a video explaining the textual activities from the 10th standard English lesson, The Best Investment I Ever Made. 10th class English പാഠപുസ്തകത്തിലെ The Best Investment I Ever Made എന്ന അധ്യായവുമായി ബന്ധപ്പെട്ട ടെക്സ്ച്വൽ ആക്ടിവിറ്റീസ് വിശദീകരിക്കുന്ന ഒരു വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. Let's revisit Activity 1 on page 82. How does the writer contrast the past and the present lives of Mr. John? Mr. Johnന്റെ കഴിഞ്ഞ കാലത്തെയും ഇപ്പോഴത്തെയുമുള്ള ജീവിത രീതികളെ പാസ്റ്റ് ആൻഡ് പ്രസന്റ് ലൈവ്സ് എങ്ങനെയാണ് എഴുത്തുകാരൻ താരതമ്യം ചെയ്യുന്നത്? Pick out appropriate sentences or expressions from the story and complete the following table. ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ പാസ്റ്റ് ആൻഡ് പ്രസന്റ് എന്നിങ്ങനെ രണ്ട് കോളംസ് ഉണ്ട്. മിസ്റ്റർ ജോണിൻ്റെ പാസ്റ്റ് ലൈഫും പ്രസന്റ് ലൈഫുമായി ബന്ധപ്പെട്ട് കഥയിൽ നിന്ന് സെൻറ്റൻസുകൾ, പ്രയോഗങ്ങൾ എടുത്ത് ഈ കോളങ്ങളിലേക്ക് ചേർത്തെഴുതുക. പാസ്റ്റ് ലൈഫുമായി ബന്ധപ്പെട്ട് ദ യങ് മാൻ ഹാഡ് ഫാളൻ വിക്ടിം ടു ദ ലൂസ് സൊസൈറ്റി ഓഫ് ദ സ്ട്രീറ്റ്സ്. മിസ്റ്റർ ജോണിൻ്റെ ചെറുപ്പകാലത്ത്, അദ്ദേഹത്തിൻ്റെ ഭൂതകാലത്ത് അദ്ദേഹം പട്ടണത്തിലെ കുത്തഴിഞ്ഞ ജീവിതത്തിലേക്ക് ഇരയാക്കപ്പെട്ടു. അദ്ദേഹം തെരുവിലെ കുത്തഴിഞ്ഞ ജീവിതം നയിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പാസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു സെൻറ്റൻസാണ്. എന്നാൽ പ്രസൻറ്റ് ലൈഫിൽ ഹി ട്രാവൽസ് അബ്രോഡ് ടു സ്റ്റഡി ദ മെത്തേഡ്സ് എംപ്ലോയ്ഡ് ഇൻ ഡീലിംഗ് വിത്ത് ദ കേസസ് ഓഫ് ബാക്ക്വാർഡ്, മാലഡ്ജസ്റ്റഡ് ആൻഡ് ഡെലിംഗൻറ്റ് യൂത്ത്സ്. അനാഥരാക്കപ്പെട്ട, പിന്നാക്കാവസ്ഥയിലുള്ള, മാലഡ്ജസ്റ്റഡ്, സാമൂഹികമായി പൊരുത്തപ്പെടാൻ പ്രയാസമുള്ള, ആൻഡ് ഡെലിംഗൻറ്റ്, കുറ്റവാസനയുള്ള ചെറുപ്പക്കാരെയൊക്കെ പുനരധിവസിക്കുന്ന രീതികളെക്കുറിച്ച് പഠിക്കാൻ അദ്ദേഹം വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നു. അത്തരം യുവാക്കളെ കൈകാര്യം ചെയ്യുന്ന രീതികൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം യാത്രകൾ ഇപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീണ്ടും അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് ലൈഫുമായി ബന്ധപ്പെട്ട് he had made bad companions and begun to be bet on horses to taste pleasure far beyond his means. ചെറുപ്പകാലത്ത് അദ്ദേഹം ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ, ജീവിതത്തിലെ ആഡംബരങ്ങൾ, സുഖസൗകര്യങ്ങളൊക്കെ ആസ്വദിക്കുന്നതിന് വേണ്ടി തൻ്റെ വരുമാനത്തിനും അപ്പുറത്ത് പണം കണ്ടെത്താൻ അദ്ദേഹം കുതിരപ്പന്തയങ്ങളിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. അദ്ദേഹം ചീത്ത കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ വർത്തമാനകാലത്ത് അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ he and his wife have been active for the past 15 years in the field of youth welfare. യുവാക്കളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ചാരിറ്റി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കഴിഞ്ഞ 15 വർഷക്കാലം യൂത്ത് വെൽഫെയർ ഫീൽഡിൽ, ചാരിറ്റി പ്രവർത്തന മേഖലയിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. വീണ്ടും അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് ലൈഫുമായി ബന്ധപ്പെട്ട് he pledged all his belongings. He even stole some money from his office safe for a final gamble. തൻ്റെ എല്ലാ വസ്തുവകകളും അദ്ദേഹം പണയപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ ജോലിസ്ഥലത്ത് നിന്ന്, അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് അദ്ദേഹം അല്പം പണം മോഷ്ടിച്ച് അവസാനം ഒരു ചൂതാട്ടത്തിന് ഏർപ്പെട്ടു. അതും എല്ലാം നഷ്ടപ്പെട്ടു. എന്നാൽ വർത്തമാനകാലത്ത് ഇപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആഫ്റ്റർ ഹിസ് പ്രാക്ടീസ് അറ്റ് ദ കോർട്സ് as a solicitor, he finds time to act as director of a charitable organization. ഒരു ലോയർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം, കോടതികളിലെ അദ്ദേഹത്തിൻ്റെ സർവീസൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കാനുള്ള സമയം കണ്ടെത്തുന്നു. ആ മേഖലയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നു. പാസ്റ്റിൽ അദ്ദേഹം lost everything. He became sick at heart and sunk in despair and he made a suicide attempt. എല്ലാം നഷ്ടപ്പെട്ട് അദ്ദേഹം മാനസികമായിട്ടാകെ പ്രയാസത്തിലായി, നിരാശയിൽ വീണ് അദ്ദേഹം ആത്മഹത്യാശ്രമം പോലും നടത്തി. എന്നാൽ വർത്തമാനകാലത്ത് പ്രസന്റ് ലൈഫിൽ he takes derelict adolescents from juvenile courts, heals them in mind and body, trains them in a useful handicraft and sends them back into the world. ജുവനൈൽ കോർട്ടിൽ നിന്ന്, കുട്ടികൾക്ക് വേണ്ടിയുള്ള കോടതികളിൽ നിന്ന് കൗമാരക്കാരായ, എല്ലാവരും ഉപേക്ഷിച്ച, അനാഥരാക്കപ്പെട്ട ചെറുപ്പക്കാരെ ദത്തെടുത്ത് അവർക്ക് മാനസിക, ശാരീരിക ട്രീറ്റ്മെൻറ്റുകളൊക്കെ നൽകി
നല്ലൊരു കൈത്തൊഴിലും പഠിപ്പിച്ച് അവരെ ഉത്തമരായ പൗരന്മാരാക്കി ലോകത്തിലേക്ക് തന്നെ തിരിച്ചയക്കുന്ന പ്രവൃത്തികളിൽ അദ്ദേഹം ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നു. വീണ്ടും അദ്ദേഹത്തിൻ്റെ പഴയകാല സംഭവവുമായി ബന്ധപ്പെട്ട് പറയാൻ, 3 kind-hearted people, the sergeant, the landlady and the narrator saved his life. 3 സഹൃദരായിട്ടുള്ള വ്യക്തികൾ, നമ്മുടെ നറേറ്ററും അതായത് ഡോക്ടർ എ ജെ ക്രോണിൻ, മിസ്റ്റർ ജോൺ താമസിച്ചിരുന്ന ലോഡ്ജിൻ്റെ ഉടമ ഒരു ലാൻഡ് ലേഡി, അതുപോലെ തന്നെ ഒരു പോലീസ് സർജൻറ്റ്, ഇവരെല്ലാം അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെടുത്തി അദ്ദേഹത്തിന് ഒരു പുതുജീവൻ നൽകുന്ന കാര്യത്തിൽ സഹായിച്ചു. ഇന്ന് വർത്തമാനകാലത്ത് മിസ്റ്റർ ജോൺ ഈസ് എ ഗ്രേറ്റ് സോഷ്യൽ വർക്കർ, ഒരു നല്ല സാമൂഹ്യ പ്രവർത്തകനായിട്ട് മാറിയിരിക്കുന്നു. ആൻഡ് ഡസ് ദ വർക്ക് ഓഫ് റിഡംഷൻ ഫോർ ദ വെൽഫെയർ ഓഫ് derelict adolescents. അനാഥരാക്കപ്പെട്ട, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട അഡോളസൻസ്, കൗമാരക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മോചനത്തിൻ്റെ പ്രവൃത്തിയിൽ, ക്ഷേമപ്രവൃത്തിയിൽ അദ്ദേഹം ഏർപ്പെട്ടിരിക്കുന്ന ഒരു നല്ല സാമൂഹ്യ പ്രവർത്തകനായി അദ്ദേഹം മാറിയിരിക്കുന്നു. നെക്സ്റ്റ്, ആക്ടിവിറ്റി 2. ഡു യു തിങ്ക് ദ ടൈറ്റിൽ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് ഈസ് അപ്രോപ്രിയേറ്റ് ടു ദ സ്റ്റോറി? ഈ കഥക്ക് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് എന്നുള്ള ടൈറ്റിൽ അനുയോജ്യമാണെന്ന് നിങ്ങൾ കരുതുന്നുവോ? വൈ? എന്തുകൊണ്ട് കരുതുന്നു? കൺസിഡർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഇവിടെ ഏതാനും ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട്. അവ കൂടി പരിഗണിച്ചുകൊണ്ട് ഇതിൻ്റെ ആൻസർ തയ്യാറാക്കുക. വാട്ട് ഡസ് ദ വേർഡ് ഇൻവെസ്റ്റ്മെന്റ് മീൻ വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ദ സ്റ്റോറി? ഈ കഥയുമായി പ്രത്യേകിച്ച് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? വാട്ട് ആർ ദി അതർ മീനിങ്സ് ഓഫ് ദ വേർഡ് ഇൻവെസ്റ്റ്മെന്റ്? ഈ കഥയിൽ ഉപയോഗിച്ച തരത്തിലല്ലാതെ സാധാരണഗതിയിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന പദത്തിനുള്ള മറ്റ് അർത്ഥങ്ങൾ എന്തൊക്കെയാണ്? വൈ ഡസ് ദ നറേറ്റർ ഡിസ്ക്രൈബ് ഹിസ് ഇൻവെസ്റ്റ്മെന്റ് ദ ബെസ്റ്റ്? എന്തുകൊണ്ടാണ് നറേറ്റർ അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് ദ ബെസ്റ്റ്, ഏറ്റവും മുന്തിയത് എന്ന് പറയാനുള്ള കാരണം? ഡിസ്കസ് ഇൻ ഗ്രൂപ്സ് ആൻഡ് മേക്ക് എ ബ്രീഫ് പ്രസന്റേഷൻ ബിഫോർ ദ ക്ലാസ്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഗ്രൂപ്പായിട്ട്, വിദ്യാർത്ഥികൾ ഒരു ഗ്രൂപ്പായിട്ട് ചർച്ച ചെയ്ത് കണ്ടെത്തുന്ന ആശയങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിന് മുമ്പിൽ അവതരിപ്പിക്കുക. യു മേ ഓൾസോ റൈറ്റ് എ പാരഗ്രാഫ് ഓൺ ദി അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ദ ടൈറ്റിൽ. ഈ കഥയുടെ ടൈറ്റിലിൻ്റെ അപ്രോപ്രിയേറ്റ്നെസ്, അതിൻ്റെ യോജിപ്പ് എത്രത്തോളമുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു പാരഗ്രാഫ് തയ്യാറാക്കുക. രണ്ടാമത്തെ ആക്ടിവിറ്റിയിൽ നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പാരഗ്രാഫ് നാം ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നു. The word investment literally means the act of putting money, time, efforts, etc. into something to make a profit or an advantage. ഇൻവെസ്റ്റ്മെന്റ് എന്ന പദം കൊണ്ട് സാധാരണഗതിയിൽ അർത്ഥമാക്കുന്നത്, ഇൻവെസ്റ്റ്മെന്റ് എന്ന പദത്തിന്റെ ലിറ്ററൽ മീനിങ് നമ്മുടെ പണം, സമയം, അധ്വാനം മുതലായ കാര്യങ്ങൾ ലാഭമുണ്ടാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നിക്ഷേപിക്കുക എന്ന അർത്ഥത്തിലാണ്. But Dr. A. J. Cronin used the word in connection with his story in a different sense. എന്നാൽ ഡോക്ടർ എ ജെ ക്രോണിൻ ആ പദം തൻ്റെ കഥയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മറ്റൊരർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. He invested his money, time and efforts not for any worldly gain. അദ്ദേഹം തൻ്റെ പണവും സമയവും അധ്വാനവും ഏതെങ്കിലും ഭൗതിക നേട്ടമുണ്ടാക്കുക എന്ന അർത്ഥത്തിലല്ല നിക്ഷേപിച്ചത്. He intended only to help a poor young man. അദ്ദേഹം ഉദ്ദേശിച്ചത് ഒരു ചെറുപ്പക്കാരനെ സഹായിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം തൻ്റെ പണവും അധ്വാനവും സമയവും എല്ലാം തന്നെ ചെലവഴിച്ചത്. His timely help changed the young man's life and he became later a great social worker. ഡോക്ടർ എ ജെ ക്രോണിൻ്റെ സമയോചിതമായിട്ടുള്ള ആ സഹായം ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ രക്ഷപ്പെടുത്തുകയും ആ ചെറുപ്പക്കാരൻ പിന്നീട് ഒരു വലിയ സോഷ്യൽ വർക്കറായിട്ട് മാറുകയും ചെയ്തു. Thus, his investment turned out to be the best investment he ever made in his life by bringing good results both to the young man and to the society. അങ്ങനെ ഡോക്ടർ എ ജെ ക്രോണിൻ്റെ ആ നിക്ഷേപം
അദ്ദേഹം ജീവിതത്തിൽ നടത്തിയ ഏറ്റവും മുന്തിയ ഒരു നിക്ഷേപമായിട്ട് മാറുകയും നല്ല റിസൾട്ട് ആ നിക്ഷേപം കൊണ്ടുവരികയും ചെയ്തു. ആർക്കൊക്കെയാണ് ആ നിക്ഷേപത്തിന്റെ ഗുണഫലം ലഭിച്ചത്? ബോത്ത് ടു ദ യങ് മാൻ ആൻഡ് ടു ദ സൊസൈറ്റി. ആ സഹായം ലഭിച്ച ചെറുപ്പക്കാരനും അത് ഗുണകരമായി. അതോടൊപ്പം തന്നെ ആ ചെറുപ്പക്കാരൻ പിന്നീട് ഒരു സാമൂഹ്യ പ്രവർത്തകനായി മാറി എന്നതിനാൽ സൊസൈറ്റി, സമൂഹത്തിനും അത് ഗുണകരമായി. സോ we can say for certain that the title "The Best Investment I Ever Made" is very apt and appropriate to the theme of the society, to the story. അതുകൊണ്ട് ഈ കഥയ്ക്ക് "The Best Investment I Ever Made" എന്നുള്ള ഈ ടൈറ്റിൽ വളരെ അനുയോജ്യമാണ്, വളരെ അർത്ഥവത്താണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. നെക്സ്റ്റ്, ആക്ടിവിറ്റി 3 given on textbook page 82. Read the following description from the story. നമ്മുടെ കഥയിൽ നിന്നെടുത്ത ഒരു വിവരണമാണ് ഇവിടെ ഉള്ളത്, അതൊന്ന് വായിക്കുക. He was in his early 40s, rather short in build, with a fair complexion and clear blue eyes. His thin hair had begun to recede from his forehead. His dark suit, sober tie, and rimless spectacles gave evidence of a serious and reserved disposition. മിസ്റ്റർ ജോണിനെ കുറിച്ച ഒരു ഡിസ്ക്രിപ്ഷൻ, വിവരണമാണിത്. ഇനി ഡിസ്കസ്. എ. ഹൗ ഡസ് ക്രോണിൻ ഡിസ്ക്രൈബ് ദ ജനറൽ അപ്പിയറൻസ് ഓഫ് മിസ്റ്റർ ജോൺ? മിസ്റ്റർ ജോണിൻ്റെ അപ്പിയറൻസിനെ ഏതൊക്കെ രീതിയിലാണ് ഡോക്ടർ എ ജെ ക്രോണിൻ വിശദീകരിച്ചിരിക്കുന്നത്? എന്തൊക്കെ വിശദീകരണങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഈ ഡിസ്ക്രിപ്ഷനിൽ? ബി. വാട്ട് ആർ ദ വേർഡ്സ് വിച്ച് ദി ഓഥർ യൂസസ് ടു ഡിസ്ക്രൈബ് ദ ഹെയർ, eyes and complexion of Mr. John? മിസ്റ്റർ ജോണിൻ്റെ തലമുടി, കണ്ണുകൾ, അദ്ദേഹത്തിൻ്റെ തൊലി നിറം, ഇതൊക്കെ വിശദീകരിക്കുമ്പോൾ ഏതൊക്കെ വിശദീകരണ പദങ്ങളാണ് ഓഥർ ഉപയോഗിച്ചിരിക്കുന്നത്? നമുക്ക് ഈ ചോദ്യങ്ങളുടെ ആൻസർ കണ്ടെത്താം. എ. ഡോക്ടർ എ ജെ ക്രോണിൻ ടോക്സ് അബൌട്ട് മിസ്റ്റർ ജോൺസ് ഏജ്, ഫിസിക്, കളർ ഓഫ് സ്കിൻ ആൻഡ് ഐസ്. ഡോക്ടർ എ ജെ ക്രോണിൻ ജോണിൻ്റെ പ്രായം, ഫിസിക്, ശാരീരികമായ പ്രത്യേകതകൾ, കളർ ഓഫ് സ്കിൻ ആൻഡ് ഐസ്, അദ്ദേഹത്തിൻ്റെ തൊലിയുടെ നിറം, കണ്ണുകളുടെ നിറം, ഇതൊക്കെ കുറിച്ച് പറയുന്നു. ഹി ഓൾസോ ടോക്സ് അബൌട്ട് ദ നേച്ചർ ഓഫ് ഹിസ് ഹെയർ, വേസ് ഓഫ് ഡ്രസ്സിംഗ് ആൻഡ് ടൈപ്പ് ഓഫ് ഹിസ് സ്പെക്ടക്കിൾസ്. ഡോക്ടർ എ ജെ ക്രോണിൻ ജോണിൻ്റെ തലമുടിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണടകളെക്കുറിച്ച് പോലും വിശദീകരിക്കുന്നുണ്ട്. He describes the character traits of Mr. John as he appears to be a man with a serious and reserved disposition. അതോടൊപ്പം തന്നെ മിസ്റ്റർ ജോണിൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും ഈ വിശദീകരണത്തിൽ ഡോക്ടർ എ ജെ ക്രോണിൻ പറയുന്നുണ്ട്. മിസ്റ്റർ ജോൺ ഒരു ഗൗരവക്കാരനും ഒതുങ്ങിയ പ്രകൃതക്കാരനുമായി കാണപ്പെടുന്നു എന്നൊക്കെ ഈ വിശദീകരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബി. ഡോക്ടർ എ ജെ ക്രോണിൻ യൂസസ് ദി ആഡ്ജക്റ്റീവ്സ് തിൻ ടു ഡിസ്ക്രൈബ് മിസ്റ്റർ ജോൺസ് ഹെയർ. മിസ്റ്റർ ജോണിൻ്റെ തലമുടിയെ വിശദീകരിക്കുമ്പോൾ തിൻ എന്നുള്ള വിശേഷണ പദം ഉപയോഗിച്ചിരിക്കുന്നു. ക്ലിയർ ബ്ലൂ ടു ടോക്ക് അബൌട്ട് ഹിസ് ഐസ്. തൻ്റെ കണ്ണുകളെക്കുറിച്ച് പറയുമ്പോൾ ക്ലിയർ ബ്ലൂ എന്ന പദങ്ങൾ വിശേഷണ പദങ്ങളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. ആൻഡ് ഫെയർ ടു ഡിസ്ക്രൈബ് ഹിസ് കോംപ്ലക്ഷൻ. തൻ്റെ തൊലി നിറത്തെക്കുറിച്ച് പറയുമ്പോൾ, കോംപ്ലക്ഷനെ കുറിച്ച് പറയുമ്പോൾ ഫെയർ എന്നുള്ള ആഡ്ജക്റ്റീവ് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നൗ റീഡ് ദ ഡീറ്റെയിൽസ് ഗിവൺ അബൌട്ട് ദ പേഴ്സൺസ് ഷോൺ ഇൻ ദ പിക്ചേഴ്സ്. ഇവിടെ ഈ ചിത്രത്തിൽ തന്നിരിക്കുന്ന വ്യക്തികളെക്കുറിച്ചുള്ള വിവരണങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഒന്നാമത്തെ ചിത്രം. ഹി വാസ് എ വെരി ഓൾഡ് ഷ്രിവൽഡ് മാൻ. അദ്ദേഹം ഒരു പ്രായം ചെന്ന ഷ്രിവൽഡ്, തൊലിയൊക്കെ ചുളിവ് വീണ ഒരു വ്യക്തിയാണ്. ഹൂസ് വില്ലനസ് ലുക്കിംഗ് ആൻഡ് റിപ്പൾസീവ് ഫേസ്. അദ്ദേഹത്തിൻ്റെ ആ വില്ലൻ ലുക്കുള്ള, അതോടൊപ്പം തന്നെ റിപ്പൾസീവ്, ബീഭത്സമായ അഥവാ വെറുപ്പുളവാക്കുന്ന ആ മുഖം. വാസ് ഒബ്സ്ക്യൂർഡ്, വാസ് കവേർഡ്, അത് മറക്കപ്പെട്ടിരിക്കുന്നു ഭാഗികമായിട്ട്. ബൈ എ ക്വാണ്ടിറ്റി ഓഫ് മാറ്റഡ് റെഡ് ഹെയർ, അല്പം
മുടി കൊണ്ട് അദ്ദേഹത്തിൻ്റെ കെട്ടുപിണഞ്ഞ ജട പിടിച്ച മാറ്റഡ് എന്ന് പറഞ്ഞാൽ ജട കുത്തിയ അല്ലെങ്കിൽ കെട്ടുപിണഞ്ഞ ചുവന്ന തലമുടി കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ബീഭത്സമായ മുഖം മറക്കപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ ചിത്രം, ഹെർ ഫേസ് ഈസ് ചിയർഫുൾ ആൻഡ് റേഡിയൻറ്റ്. ഈ ചിത്രത്തിൽ കാണുന്ന ഈ സ്ത്രീയുടെ മുഖം വളരെ ചിയർഫുൾ, ഹാപ്പിയാണ്, അതോടൊപ്പം റേഡിയൻറ്റ്, തിളക്കമാർന്നതുമാണ്. ഷീ ഹാസ് എ ബ്രോഡ് ഫോർഹെഡ് വിച്ച് ഈസ് പാർഷ്യലി ഹിഡൻ ബൈ ട്രെസ്സസ് ഓഫ് ഗോൾഡൻ ഹെയർ. അവർക്ക് വിശാലമായ നെറ്റിയുണ്ട്. ആ നെറ്റി പാതി മറഞ്ഞിരിക്കുന്നു അവരുടെ സ്വർണ്ണവർണ്ണത്തിലുള്ള തലമുടിയാൽ. ഹെർ ബ്ലൂ ഐസ് ലുക്ക് കീൻ ആൻഡ് സെർച്ചിങ് ഫോർ ക്ലൂസ് ടു ഹെർ നെക്സ്റ്റ് സ്റ്റോറി. അവരുടെ ആ നീല കണ്ണുകൾ വളരെ ആവേശത്തോടുകൂടി തൻ്റെ പുതിയ കഥയ്ക്ക് വിഷയം അന്വേഷിക്കുന്ന പോലെയാണ് കാണപ്പെടുന്നത്. ഹെർ ലോങ് നോസ് ഈസ് അനദർ പ്രോമിനന്റ് ഫീച്ചർ ഓഫ് ഹെർ ഫേസ്. അവരുടെ ആ മനോഹരമായ മുഖത്തെ ഒരു പ്രധാനപ്പെട്ട ഭാഗം അവരുടെ ആ നീണ്ട മൂക്കുകളാണ്. ഹെർ സ്മൈൽ ഈസ് വാം ആൻഡ് പ്ലസന്റ്. അവരുടെ ആ പുഞ്ചിരി ഊഷ്മളവും സന്തോഷപ്രദവുമാണ്. ഇനി ഡു യു നോ ദ നെയിംസ് ഓഫ് ദിസ് ടു പീപ്പിൾ പിക്ചർഡ് ഹിയർ? ഈ ചിത്രത്തിൽ ചിത്രീകരിക്കപ്പെട്ട ഈ രണ്ട് വ്യക്തികളെ നിങ്ങൾക്കറിയാമോ? ദ ഫസ്റ്റ് വൺ ഈസ് എ ഫിക്ഷണൽ ക്യാരക്ടർ. ഒന്നാമത്തത് ഒരു സാങ്കല്പിക കഥാപാത്രമാണ്. ആരാണത്? ഫാഗിൻ. ഫാഗിൻ ഓഫ് ഒലിവർ ട്വിസ്റ്റ്. ഒലിവർ ട്വിസ്റ്റ് എന്നുള്ള നോവലിലെ ഒരു കഥാപാത്രമാണ് ഫാഗിൻ. Then, and the second picture is of J.K. Rowling, who became famous by her Harry Potter series of novels. രണ്ടാമത്തെ വ്യക്തി ഹാരി പോട്ടർ സീരീസ് ഓഫ് നോവൽസ്, ഹാരി പോട്ടർ എന്നുള്ള ആ നോവൽ സീരീസിൻ്റെ രചയിതാവ് വളരെ പ്രസിദ്ധയായ J.K. റോളിംഗ് എന്നുള്ള വ്യക്തിയാണ്. ഇനി നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു ആക്ടിവിറ്റി ഇതാണ്. പ്രിപ്പയർ എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് യുവർ ഫ്രണ്ട് ഓർ എ ഫിലിം സ്റ്റാർ. നിങ്ങളുടെ സുഹൃത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ഫിലിം സ്റ്റാറിന്, ഏതെങ്കിലും ഒരു ഫിലിം സ്റ്റാറിനെ കുറിച്ചോ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ, ചെറു വിവരണം തയ്യാറാക്കുക എന്നുള്ളതാണ്. എന്നാൽ നാം അത് രണ്ടും തയ്യാറാക്കുന്നില്ല. പകരം മിസസ് ജോണസിനെ കുറിച്ച് ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കുന്നു. ഒരുപക്ഷെ വിദ്യാർത്ഥികൾക്ക് അവരുടെ എക്സാമിൽ ഇത് ഉപകാരപ്പെട്ടേക്കാം. മിസസ് ജോണസ് ഈസ് ദ വൈഫ് ഓഫ് മിസ്റ്റർ ജോണസ്, ദ ഗ്രേറ്റ് സോഷ്യൽ വർക്കർ whom Dr. A.J. Cronin saved from a suicide attempt. ഒരിക്കൽ ഒരു ആത്മഹത്യാ ശ്രമത്തിൽ നിന്ന് ഡോക്ടർ A.J. ക്രോണിൻ രക്ഷപ്പെടുത്തിയ, പിന്നീട് മഹാനായ ഒരു സോഷ്യൽ വർക്കറായി തീർന്ന മിസ്റ്റർ ജോൺ എസ് എന്നുള്ള വ്യക്തിയുടെ ഭാര്യയാണ് മിസസ് ജോണസ്. ഷീ ലുക്സ് വെരി യങ് ആൻഡ് പ്രെറ്റി. വളരെ ചെറുപ്പക്കാരിയും മനോഹരിയുമാണ് അവർ. ഷീ ഈസ് ബോൾഡ് ആൻഡ് കോൺഫിഡൻറ്റ്. നല്ല ധൈര്യമുള്ള, ആത്മവിശ്വാസമുള്ള ഒരു സ്ത്രീയാണവർ. ഷീ ഹാസ് എ ഫെയർ കോംപ്ലക്ഷൻ ആൻഡ് ഡാർക്ക് ഐസ്. നല്ല ഇരുണ്ട കണ്ണുകളും മനോഹരമായ കോംപ്ലക്ഷനും അവർക്കുണ്ട്. ഹെർ ഹെയർ ഇസ് ഷോർട്ട് ആൻഡ് ഗോൾഡൻ ഇൻ കളർ. അവരുടെ തലമുടി വളരെ ഷോർട്ടും സ്വർണ്ണവർണ്ണത്തിലുമുള്ളതാണ്. വിച്ച് ഷീ ഹാസ് ട്രിംഡ് അറ്റ് ഹെർ ഷോൾഡർ. അങ്ങനെയുള്ള ആ തലമുടി അവരുടെ തോളൊപ്പിച്ച് അവർ വെട്ടി ഒതുക്കിയിരിക്കുന്നു. ഷീ ഈസ് വെരി സപ്പോർട്ടീവ് ഓഫ് ഹെർ ഹസ്ബൻഡ് ഇൻ ഹിസ് സോഷ്യൽ വർക്ക്. തൻ്റെ ഭർത്താവിൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ എപ്പോഴും സപ്പോർട്ടീവ്, സഹകരിക്കുന്ന ഒരു ഭാര്യയാണ് അവർ. നെക്സ്റ്റ്, ആക്ടിവിറ്റി 4 given on page 83. From a state of loss and despair, John came to a life of success and joy. നഷ്ടങ്ങളുടെയും നിരാശകളുടെയും അവസ്ഥയിൽ നിന്ന് വിജയം, സന്തോഷം നിറഞ്ഞ ഒരു ജീവിതാവസ്ഥയിലേക്ക് ജോൺ ഉയർന്നു വന്നു. He intervened wholeheartedly to bring about a change in the miserable life of many young men. ധാരാളം ചെറുപ്പക്കാരുടെ ദുരിതം നിറഞ്ഞ ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് wholeheartedly, പൂർണ്ണ മനസ്സോടുകൂടി ജോൺ ഇടപെട്ടു. What helped him do so? ഇങ്ങനെയൊക്കെ ചെയ്യാൻ അദ്ദേഹത്തിന് സഹായിച്ച കാര്യം എന്താണ്? What lesson do we learn from the eventful life of John? ജോണിന്റെ സംഭവബഹുലമായ ഇവന്റ്ഫുൾ ആയിട്ടുള്ള ജീവിതത്തിൽ നിന്ന് നാം പഠിക്കുന്ന പാഠം എന്താണ്? ഡിസ്കസ്. ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക.
എന്നിട്ട് ഇൻ ദ ലൈറ്റ് ഓഫ് ദ ഡിസ്കഷൻ പ്രിപ്പയർ എ സ്പീച്ച് ഓൺ ദ ടോപ്പിക് സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പ്. ചർച്ചകളുടെ വെളിച്ചത്തിൽ സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പ് എന്നുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഒരു സ്പീച്ച് തയ്യാറാക്കുക. സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പ്. സ്വയം സഹായിക്കുന്നത്, സ്വന്തം കാര്യം ചെയ്യുന്നത്, നമ്മുടെ നന്മക്ക് നാം നമ്മെ തന്നെ സഹായിക്കുക അല്ലെങ്കിൽ നമ്മുടെ കാര്യം സ്വന്തമായിട്ടൊക്കെ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ദ ബെസ്റ്റ് ഹെൽപ്പ്, ഏറ്റവും നല്ല സഹായം എന്ന വിശാലമായ അർത്ഥം വരുന്ന ഒരു സ്പീച്ചാണ് തയ്യാറാക്കേണ്ടത്. നാം ഇവിടെ ഒരു സ്പീച്ച് തയ്യാറാക്കിയിരിക്കുന്നു. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു സ്പീച്ച് തയ്യാറാക്കുമ്പോൾ അതിന് നല്ല ഒരു തുടക്കമുണ്ടായിരിക്കണം. ഓഡിയൻസിനെയും വേദിയിൽ സന്നിഹിതരായിട്ടുള്ള വ്യക്തികളെയും ഒക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് അവർക്ക് വിഷിംഗ് അർപ്പിച്ചുകൊണ്ടൊക്കെ ഒരു നല്ല തുടക്കമുണ്ടാക്കുക. പിന്നീട് വിഷയവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെറിയ രീതിയിൽ വിശദീകരിക്കുക. അതോടൊപ്പം വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു എൻഡിങ്, പെട്ടെന്ന് അവസാനിപ്പിക്കുന്ന പ്രതീതി ഇല്ലാതെ കാര്യങ്ങൾ ഒതുക്കി പറഞ്ഞ് ഓഡിയൻസിനോട് നന്ദി പറഞ്ഞ് സ്പീച്ച് അവസാനിപ്പിക്കുക. നാം ഈ സ്പീച്ച് വിശദീകരിക്കുന്നില്ല, വായിച്ചു പോവുകയാണ്. ഇതിലെ പ്രതിപാദ്യ വിഷയം വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. Honorable Principal, respected teachers and my dear friends, I wish you all a warm good morning. I am very delighted to speak a few words about the topic self-help is the best help. What is self-help? We need not wait for the help of others to do things that we can do ourselves. It does not mean that we should not cooperate with others or seek advice from others. എന്താണ് സെൽഫ് ഹെൽപ്പ് എന്നുള്ളത് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കുകയാണ്. We need not wait for the help of others to do things that we can do ourselves. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ സാധ്യമാകുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി മറ്റുള്ള ആളുകളുടെ സഹായത്തിന് വേണ്ടി നാം കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്നത് നാം തന്നെ ചെയ്യുക. എന്നാൽ ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് വി ഷുഡ് നോട്ട് കോപ്പറേറ്റ് വിത്ത് അതേഴ്സ് ഓർ സീക്ക് അഡ്വൈസ് ഫ്രം അതേഴ്സ്. മറ്റുള്ള ആളുകളുമായിട്ട് സഹകരിക്കരുതെന്നോ മറ്റുള്ള ആളുകളുടെ ഉപദേശം തേടരുതെന്നോ ഇതിനർത്ഥമില്ല. All of us have read the story by Dr. A.J. Cronin, The Best Investment I Ever Made, and we have learned about the transformation happened in the life of Mr. John. Instead of doing his part honestly and working hard to solve his problems, Mr. John had sought evil ways to find money. He led a loose life, stole money from his office, gambled, and lost all his earnings. Finally, he committed a suicide attempt. The timely help of the three people saved Mr. John's life. He later determined to make a fresh start and pledged the rest of his life for the service of the society and became a great social worker. Mr. John's life story shows the importance of self-help. As students, we should have the quality of self-help from our school days. We need not always wait for our parents to do things for us. Whenever and wherever possible, we should practice doing simple things for us. There are students who do part-time jobs to meet the expenses of their education without depending on parents for all their needs. I would like to conclude my speech reminding you of the importance of self-help. We should remember that God helps those who help themselves. Thank you for listening to me. Have a nice day. Activity 5 on page 84. The story is told from the point of view of the narrator. This is called the first person point of view. The pronoun used here is I. നമ്മുടെ അധ്യായത്തിലെ ഈ കഥ നെറേറ്ററുടെ കാഴ്ചപ്പാടിൽ നിന്ന് ഐ എന്നുള്ള പ്രോനോൺ ഉപയോഗിച്ച് അദ്ദേഹം സ്വന്തം അനുഭവങ്ങൾ, സ്വന്തം കഥ പറയുന്ന രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഐ എന്നുള്ള പ്രോനോണൊക്കെ ഉപയോഗിച്ച് സ്വന്തം കഥ പറയുന്ന രീതിക്കാണ് ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ നറേഷൻ എന്ന് പറയുന്നത്.
Now, change the perspective of the narrative to the third person point of view using the pronouns he and narrate the events in the story. ഇനി നാം ഈ കഥ പറച്ചിൽ ഒരു തേർഡ് പേഴ്സണിലേക്ക് മാറ്റണം. അതായത് ഹി അതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രോനൗൺ രൂപങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നാം മറ്റൊരാളുടെ കഥ പറയുന്ന രീതിയിലേക്ക് ഇത് മാറ്റി പറയുക. ഇതാണ് തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. യു മെ ബിഗിൻ ലൈക്ക് ദിസ്. നിങ്ങൾക്ക് ഈ കഥ പറച്ചിൽ ഇങ്ങനെ തുടങ്ങാം. ഇറ്റ് വാസ് ദ സെക്കൻഡ് ഡേ ഓഫ് ദ നറേറ്റേഴ്സ് വോയേജ്. Suddenly he became aware that one of the passengers was waiting him closely. എന്ന രൂപത്തിൽ he, him, his എന്നൊക്കെയുള്ള തേർഡ് പേഴ്സൺ പ്രോനൗൺ ഉപയോഗിച്ചുകൊണ്ട് കഥയെ തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് മാറ്റി പറയുക. യു മെ പ്രസന്റ് ദ സ്റ്റോറി ബിഫോർ ദ ക്ലാസ്. ഈ കഥ പറച്ചിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സിൽ അവതരിപ്പിക്കാം. ട്രൈ ടു മേക്ക് യുവർ നറേഷൻ ഇഫക്റ്റീവ് യൂസിങ് അപ്രോപ്രിയേറ്റ് ജെസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആൻഡ് ടോണൽ വേരിയേഷൻസ്. അനുയോജ്യമായ ആംഗ്യ രീതികളും മുഖഭാവ പ്രകടനങ്ങളും അതോടൊപ്പം തന്നെ ടോണൽ വേരിയേഷൻ, ശബ്ദത്തിലെ വ്യതിയാനങ്ങളുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ കഥ പറച്ചിൽ നിങ്ങൾക്ക് വളരെ ഭംഗിയാക്കാം, ഇഫക്റ്റീവാക്കാം. ഇവിടെ നാം ഈ കഥയെ തേർഡ് പേഴ്സണിലേക്ക് മാറ്റിയിരിക്കുന്നു, തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂയിലേക്ക്. ഈ കഥ നാം വിശദീകരിക്കുന്നില്ല, വായിച്ചു പോവുക മാത്രമാണ് ചെയ്യുന്നത്. ഈ കഥയുടെ ആശയം വിദ്യാർത്ഥികൾക്ക് വ്യക്തമായിട്ട് അറിയാം എന്നുള്ളത് കൊണ്ട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഒരു നറേറ്റീവ് തയ്യാറാക്കുമ്പോൾ വിഷയവുമായി ബന്ധപ്പെട്ട് അനുയോജ്യമായ ഒരു ടൈറ്റിൽ നൽകണം എന്നുള്ളത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. നാം ഇവിടെ ഒരു ടൈറ്റിൽ നൽകിയിരിക്കുന്നു, ദ ബെസ്റ്റ് ഓഫ് ഓൾ ഇൻവെസ്റ്റ്മെന്റ്സ്. ഇറ്റ് വാസ് ദ സെക്കൻഡ് ഡേ ഓഫ് ഡോക്ടർ A.J. Cronin's voyage out from New York. Suddenly he became aware that one of the passengers was watching him closely. But Dr. Cronin ignored him as he wanted to take rest and to avoid the importunate shipboard contacts. The man was in his early 40s, rather short in build, with a fair complexion and clear blue eyes. He appeared to be affected by a troubled and touching diffidence to approach Dr. Cronin. On the following forenoon, Dr. Cronin again noticed the man earnestly watching him. This time, his wife was also there with him. From the steward, Dr. Cronin realized that they were Mr. and Mrs. John S. from a small suburb of London. On the final evening of their voyage, urged by his wife, Mr. John approached Dr. Cronin with utmost timidity. He introduced himself and said that he and his wife had been active in the field of youth welfare for the past 15 years. But Dr. Cronin could not recognize Mr. John. Then he spoke tensely a few words in Dr. Cronin's ear. The veils parted, and he could recognize the man. Cronin's thoughts sped back a quarter of a century. When Cronin was practicing in a working-class district of London, one night a surgeon took him to attend a suicide case happened in a nearby lodge. In the attic of the building, they found a young man lying apparently lifeless. After long hours of strenuous efforts, Dr. Cronin managed to bring him back to life with the help of the surgeon and the landlady of the lodge. As he regained strength, the young man told his story. He was an orphan and his uncle had found him a job in the town. Soon he had fallen victim to bad companions and started running after pleasures of life beyond his means. To get more money, he started gambling and even stole some amount from his office safe. Having lost everything, sick at heart and sunk in despair, he tried to commit suicide. Hearing his pathetic story,
The three people decided to help. Risking his job, the surgeon decided not to register criminal cases against him. The landlady offered a month's free boarding, and Dr. Cronin gave him £7.10 to put back in the office safe. Thus, a timely act of kindness changed the young man's life, and later he became a great social worker. Dr. A.J. Cronin firmly believed that his investment of a meager amount finally turned out to be the best of all his investments, though it did not bring any worldly gain to him. Next, activity 6 given on page 84. Go through the following diary entry. ഇവിടെ ഒരു ഡയറി കുറിപ്പ് നൽകിയിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കുക. വാട്ട് എ ടെറിബിൾ എക്സ്പീരിയൻസ്, എന്തൊരു ഭീകരമായ അനുഭവങ്ങൾ. ഇൻ ദാറ്റ് മൊമെന്റ് ഓഫ് ഡെസ്പെയർ ഐ ട്രൈഡ് ടു എംബ്രേസ് ഡെത്ത്സ്. ആ നിരാശയുടെ നിമിഷത്ത് ഞാൻ മരണത്തെ പുൽകാൻ തീരുമാനിച്ചു. ഹോപ്പ് കെയിം ഇൻ ദ ഫോം ഓഫ് ദ സർജൻറ്റ് ആൻഡ് ദ ഡോക്ടർ. ഒരു പോലീസ് ഓഫീസറിൻ്റെയും ഡോക്ടറുടെയും രൂപത്തിൽ പ്രതീക്ഷ വന്നു. ദേ സേവ്ഡ് മൈ ലൈഫ്. അവർ എൻ്റെ ജീവൻ രക്ഷിച്ചു. ദ ലാൻഡ് ലേഡി ഓൾസോ ഹെൽപ്ഡ് മീ. ലോഡ്ജ് ഉടമയും എന്നെ സഹായിച്ചു. ഐ വിൽ നെവർ അഗൈൻ ഫോളോ ദാറ്റ് ഡാർക്ക് ആൻഡ് ഈവിൾ ലൈഫ് ഓഫ് മൈൻ. എൻ്റെ ആ ഇരുണ്ട ഏറ്റവും മോശമായ ജീവിതം ഇനി ഞാൻ ഒരിക്കലും പിന്തുടരില്ല. ഡെഫിനറ്റ്ലി ഐ വിൽ ചേഞ്ച്. തീർച്ചയായിട്ടും ഞാൻ മാറും. ജസ്റ്റ് ലൈക്ക് ദ ഡോക്ടർ, ദ സർജൻ ആൻഡ് ദ ലാൻഡ് ലേഡി, I will also try to change the lives of many. ഡോക്ടറെ പോലെ, സർജൻറ്റിനെ പോലെ, ലാൻഡ് ലേഡിയെ പോലെ ധാരാളം ആളുകളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാനും ഞാൻ ശ്രമിക്കും. thus bringing light to others. അങ്ങനെ എല്ലാവർക്കും ഞാൻ ജീവിതത്തിൽ വെളിച്ചം കൊണ്ടുവരാൻ ശ്രമിക്കും. Now I see that the light never fades out. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു നന്മയുടെ വെളിച്ചം ഒരിക്കലും അണഞ്ഞു പോകില്ല എന്ന്. In which period of his life do you think Mr. John wrote this diary entry? മിസ്റ്റർ ജോണിൻ്റെ ഏത് ജീവിത സാഹചര്യത്തിലാണ്, ഏത് സന്ദർഭത്തിലാണ് ഈ ഒരു ഡയറി കുറിപ്പ് അദ്ദേഹം തയ്യാറാക്കിയത് എന്നാണ് നിങ്ങൾ കരുതുന്നത്? വൈ, എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ കരുതുന്നു? അപ്പോൾ ഈ ഡയറി കുറിപ്പ് വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ പറയേണ്ടത്. His words in the diary shows his terrible experience of attempting suicide. ഒരു ആത്മഹത്യക്ക് ശ്രമിച്ച ഭീകരമായ ആ അനുഭവങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ഡയറി കുറിപ്പിൽ പറയുന്നത്. He wrote it after being saved by the three kind-hearted people, Dr. A.J. Cronin, the surgeon and the landlady. ആ ആത്മഹത്യാ ശ്രമത്തിൽ നിന്ന് 3 നന്മ നിറഞ്ഞ മനസ്സിൻ്റെ ഉടമകൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയതിനു ശേഷമാണ് അദ്ദേഹം അതെഴുതിയത്. ആ വ്യക്തികൾ ഡോക്ടർ A.J. ക്രോണിൻ, ദ സർജൻറ്റ് ആൻഡ് ദ ലാൻഡ് ലേഡി അവരാണ്. ഹി എക്സ്പ്രസസ് ഇൻ ദ ഡയറി ഹിസ് റിഗ്രറ്റ്സ് അപ്പോൺ ഹിസ് ലൂസ് ലൈഫ്, foolish attempt of committing suicide, and his determination to start a fresh and fruitful life. തൻ്റെ ഡയറിയിൽ അദ്ദേഹത്തിന് തൻ്റെ കുത്തഴിഞ്ഞ ജീവിതത്തെക്കുറിച്ചുള്ള പശ്ചാത്താപം, റിഗ്രറ്റ്സ്, അത് പ്രകടിപ്പിക്കുന്നു. ഫൂളിഷ് അറ്റംപ്റ്റ് ഓഫ് കമ്മിറ്റിംഗ് സൂയിസൈഡ്, ആത്മഹത്യക്ക് ശ്രമിച്ച ആ വിഡ്ഢിത്തത്തെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ പശ്ചാത്താപം അതിൽ പ്രകടിപ്പിക്കുന്നു. മാത്രമല്ല ഹിസ് ഡിറ്റർമിനേഷൻ, അദ്ദേഹത്തിൻ്റെ ഉറച്ച തീരുമാനവും അതിൽ പ്രകടിപ്പിക്കുന്നു. എന്തിനുള്ള തീരുമാനമാണത്? ടു സ്റ്റാർട്ട് എ ഫ്രഷ് ആൻഡ് ഫ്രൂട്ട്ഫുൾ ലൈഫ്, പുതിയ ഫലവത്തായ ഒരു ജീവിതം നയിക്കാനുള്ള തീരുമാനം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം ഏത് സന്ദർഭത്തിലാണ് ഈ ഡയറി എഴുതിയത് എന്നുള്ള കാര്യം. ഇനി ഇമാജിൻ ദാറ്റ് മിസ്റ്റർ ജോൺ ആഫ്റ്റർ മീറ്റിംഗ് ദ നറേറ്റർ ഫോർ ദ സെക്കൻഡ് ടൈം റൈറ്റ്സ് ഹിസ് ഡയറി. നറേറ്റർ അഥവാ ഡോക്ടർ A.J. ക്രോണിനെ രണ്ടാമത് കണ്ടുമുട്ടിയതിനു ശേഷം മിസ്റ്റർ ജോൺ ഒരു ഡയറി കുറിപ്പ് തയ്യാറാക്കുന്നു എന്ന് സങ്കല്പിക്കുക. വാട്ട് വുഡ് ബി ദ പോസിബിൾ ഡയറി എൻട്രി? എന്തൊക്കെയായിരിക്കും അത്തരമൊരു ഡയറി കുറിപ്പിൽ മിസ്റ്റർ ജോൺ എഴുതുക? അതിനുള്ള സാധ്യത എന്തൊക്കെയായിരിക്കും? റൈറ്റ് ഇറ്റ് ഡൗൺ. അത്തരത്തിലുള്ള ഒരു ഡയറി കുറിപ്പ് തയ്യാറാക്കുക. നാം നേരത്തെ വായിച്ച ഡയറി കുറിപ്പ് മിസ്റ്റർ ജോൺ ആത്മഹത്യാ ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം എഴുതിയ ഡയറി കുറിപ്പാണ്.
ഇവിടെ ആ രക്ഷകനെ 25 വർഷങ്ങൾക്ക് ശേഷം അപ്രതീക്ഷിതമായിട്ട് ഒരു കപ്പൽ യാത്രയിൽ കണ്ടുമുട്ടുമ്പോൾ മിസ്റ്റർ ജോണിൻ്റെ മനസ്സിലുണ്ടായ ആ മാനസിക വികാരങ്ങളെ പ്രകടിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു ഡയറി കുറിപ്പായിരിക്കും. അതാണ് നാം തയ്യാറാക്കേണ്ടത്. വിദ്യാർത്ഥികൾ ഒരു ഡയറി കുറിപ്പ് തയ്യാറാക്കുമ്പോൾ കഥ പറയുന്ന പോലെ അതിൽ കാര്യങ്ങൾ വിശദീകരിക്കുക അല്ല വേണ്ടത്. ചോദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കി സന്ദർഭം, സാഹചര്യം, ഏത് തരത്തിലുള്ള ഡയറി കുറിപ്പായിരിക്കും, സന്തോഷം, അത്ഭുതം അല്ലെങ്കിൽ സങ്കടം, ഇതൊക്കെ പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ളതാണ് നാം ഡയറി കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ഒരു ഡയറി കുറിപ്പിന് ഡേറ്റ് ആൻഡ് ഡേ, ടൈം ഇവയൊക്കെ നമുക്ക് അതിൻ്റെ മുകൾ ഭാഗത്ത് റൈറ്റ് സൈഡോ ലെഫ്റ്റ് സൈഡിലോ എഴുതി ചേർക്കാവുന്നതാണ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ നാം ഒരു ഡയറി കുറിപ്പ് തയ്യാറാക്കുന്നു. ഹൗ കാൻ ഐ എവർ ഫോർഗെറ്റ് ദിസ് ഡേ? ഈ ദിവസം എനിക്ക് എങ്ങനെ മറക്കാൻ കഴിയും? ടുഡേ ഐ മെറ്റ് ദ മാൻ ഹു ഗേവ് മീ എ സെക്കൻഡ് ലൈഫ് 25 years ago. 25 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു രണ്ടാം ജന്മം നൽകിയ ആ മനുഷ്യനെ ഇന്ന് ഞാൻ കണ്ടുമുട്ടി. ഗോഡ് ബ്രോട്ട് us together on the same ship. ഒരേ കപ്പലിൽ ദൈവമാണ് ഞങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് കൊണ്ടുവന്നത്. At the very first glance, I recognized Dr. Cronin. ആദ്യ നോട്ടത്തിൽ തന്നെ, ഒറ്റ നോട്ടത്തിൽ തന്നെ ഡോക്ടർ ക്രോണിനെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ബട്ട് മൈ എക്സൈറ്റ്മെൻറ്റ് ഓർ എംബാരസ്മെൻറ്റ്, പക്ഷേ എൻ്റെ ആനന്ദമോ അല്ലെങ്കിൽ അമ്പരപ്പോ, ഐ ഡോണ്ട് നോ എക്സാക്ട്ലി വാട്ട് പ്രിവെൻറ്റഡ് മീ ഫ്രം അപ്രോച്ചിങ് ഹിം. എന്താണ് അദ്ദേഹത്തെ സമീപിക്കുന്നതിൽ നിന്നും എന്നെ തടഞ്ഞു നിർത്തിയ കാര്യം എന്നുള്ളത് കൃത്യമായിട്ട് എനിക്കറിയില്ല. ഒന്നുകിൽ എൻ്റെ എക്സൈറ്റ്മെൻറ്റ്, അദ്ദേഹത്തെ കണ്ട ആ ആനന്ദം, ആശ്ചര്യം, അതല്ലെങ്കിൽ എംബാരസ്മെൻറ്റ്, അദ്ദേഹത്തെ കണ്ടപ്പോഴുണ്ടായിരുന്ന ആ ഒരു അമ്പരപ്പ്, അതാണ് എന്നെ ഒരുപക്ഷെ തടഞ്ഞിരിക്കുക. മൈ വൈഫ് എൻകറേജ്ഡ് മീ ടു മീറ്റ് ആൻഡ് ടോക്ക് ടു ഹിം. എന്നാൽ എൻ്റെ ഭാര്യ എനിക്ക് ധൈര്യം നൽകി അദ്ദേഹത്തെ കണ്ടുമുട്ടാനും സംസാരിക്കാനും. When I told him about my charity work, he showed interest to talk. എൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ സംസാരിച്ചപ്പോൾ എന്നോട് സംസാരിക്കാനുള്ള താല്പര്യം അദ്ദേഹം പ്രകടിപ്പിച്ചു. But he couldn't still recognize me. പക്ഷേ എന്നിട്ടും അദ്ദേഹത്തിന് എന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. When I whispered in his ears about the foolish attempts of suicide that I had committed 25 years before, he recognized me. പക്ഷെ അദ്ദേഹത്തിൻ്റെ കാതുകളിൽ ഞാൻ ചെയ്ത ആ വിഡ്ഢിത്തത്തെക്കുറിച്ച്, അതായത് 25 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്ത ആത്മഹത്യാശ്രമത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ തിരിച്ചറിഞ്ഞു. ഹൗ ഫൂളിഷ് ഐ വാസ്. ഞാൻ എന്തൊരു വിഡ്ഢിയായിരുന്നു. ഫോർ എ പാൾട്രി എമൗണ്ട് ഓഫ് 7 pounds 10 shillings ഐ ട്രൈഡ് ടു എൻഡ് മൈ ലൈഫ്. 7 പൗണ്ട് 10 shillings എന്നുള്ള തുച്ഛമായ തുകയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതം അവസാനിക്കാൻ ഞാൻ അന്ന് ശ്രമിച്ചു. ലൈക്ക് എൻ ഏഞ്ചൽ ദിസ് മാൻ കെയിം ആൻഡ് സേവ്ഡ് മീ. എന്നാൽ ഒരു മാലാഖയെ പോലെ ഈ മനുഷ്യൻ അന്ന് വന്ന് എൻ്റെ ജീവൻ രക്ഷിച്ചു. Now putting an end to my 25 years search for Dr. Cronin, God brought him in front of me again. അന്ന് തൊട്ട് 25 വർഷക്കാലം ഞാൻ അദ്ദേഹത്തെ വീണ്ടും ഒന്ന് കണ്ടുമുട്ടാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 25 വർഷത്തെ എൻ്റെ സെർച്ച്, അന്വേഷണത്തിന് വിരാമമിട്ടുകൊണ്ട് ദൈവം അദ്ദേഹത്തെ എൻ്റെ മുമ്പിൽ വീണ്ടും ഒരിക്കൽ കൂടെ കൊണ്ടുവന്നു. ഓ ഗോഡ്, യു ആർ ഗ്രേറ്റ്. ദൈവമേ, നീ തന്നെയാണ് ഗ്രേറ്റ്. ദിസ് ഈസ് ദ ഹാപ്പിയസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ്. ഇത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസവും. നെക്സ്റ്റ്, ആക്ടിവിറ്റി 7 ഓൺ പേജ് 85. ഡ്രഗ് ആഡിക്ഷൻ ആൻഡ് ആൽക്കഹോളിസം ആർ മേജർ സോഷ്യൽ ഇഷ്യൂസ് ടുഡേ. മയക്കുമരുന്നും മദ്യവും ഇന്നത്തെ വലിയ സാമൂഹിക പ്രശ്നങ്ങളാണ്. എ പ്രോഗ്രാം ഈസ് ടു ബി ഹെൽഡ് ഇൻ ദി സ്കൂൾ ക്യാമ്പസ് ടു മേക്ക് ദി ചിൽഡ്രൻ അവെയർ ഓഫ് ദി ഡേഞ്ചേഴ്സ് ഓഫ് ദീസ് ഇഷ്യൂസ്. ഇത്തരം സാമൂഹിക പ്രശ്നങ്ങളുടെ അപകടങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കാൻ ഏതാനും പ്രോഗ്രാംസ് സ്കൂൾ ക്യാമ്പസിലൊക്കെ സംഘടിപ്പിക്കേണ്ടതുണ്ട്. The following are some of the activities that can be conducted to create awareness. ഇവിടെ പറയുന്ന ഏതാനും പ്രോഗ്രാംസ് ഒക്കെ അവെയർനെസ്, ബോധവൽക്കരണം നടത്താൻ പറ്റുന്ന തരത്തിലുള്ള ചില പ്രോഗ്രാംസ് ആണ്. സെമിനാർ, പോസ്റ്റർ, കൊളാഷ്, കൾച്ചറൽ ഇവൻറ്റ്സ്, സ്കിറ്റ്,
സ്ട്രീറ്റ് പ്ലേ എറ്റ്സെട്ര. സ്ക്രീനിങ് ഫിലിംസ്, ഷോർട്ട് വീഡിയോസ്, ഈ പ്രോഗ്രാംസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാമൂഹിക തിന്മകളെക്കുറിച്ച് അവയർനെസ്, ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാവുന്നതാണ്. ഇനി സെലക്ട് എനി വൺ ഓഫ് ദീസ് ആൻഡ് പ്രിപ്പയർ ഇറ്റ്. യു മേ പ്രസന്റ് ഇറ്റ് ബിഫോർ ദി ക്ലാസ്. ഇതിലേതെങ്കിലും ഒരു പ്രോഗ്രാം സെലക്ട് ചെയ്ത് നിങ്ങൾ ഒരു അവയർനെസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ക്ലാസ്സിൽ അത് അവതരിപ്പിക്കുക. നാം ഇവിടെ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഏതാനും സ്ലോഗൻസ് തയ്യാറാക്കിയിട്ടുണ്ട്. Some slogans for making posters against drug addiction and alcoholism. It is no lie. Drugs will make your mama cry. Debt എന്നുള്ള ആ പദത്തിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഡ്രഗ്സ് എൻഡ് ഓൾ ഡ്രീംസ്. മയക്കുമരുന്ന് എല്ലാ സ്വപ്നങ്ങളെയും തകർക്കുന്നു. അടുത്തത്, യു ഡോണ്ട് നീഡ് ഹെറോയിൻ ടു ബി എ ഹീറോ. നിങ്ങൾക്കൊരു ഹീറോ ആകാൻ ഹെറോയിൻ എന്ന മയക്കുമരുന്നിൻ്റെ ആവശ്യമില്ല. ഹെറോയിൻ എന്നുള്ളത് ഒരു മയക്കുമരുന്നാണ്. ഇത് ഹീറോയിൻ അല്ല. ഹീറോയിൻ എന്നെഴുതുമ്പോൾ എൻ കഴിഞ്ഞ് ഒരു ഇ എന്നുള്ള അക്ഷരം കൂടെ വേണം. അപ്പോഴാണ് ഹീറോക്ക് തുല്യമായി ഹീറോയിൻ വരുന്നത്. എന്നാൽ ഇവിടെ ഹീറോ ആകാൻ ഹെറോയിൻ എന്ന മയക്കുമരുന്നിൻ്റെ ആവശ്യമില്ല എന്നാണ് ഈ സ്ലോഗൻ്റെ അർത്ഥം. Think before drink. A big loser in life is a drug user in life. ജീവിതത്തിലെ ഏറ്റവും വലിയ ലൂസർ, നഷ്ടക്കാരൻ, നഷ്ടം സംഭവിക്കുന്ന ആൾ എന്നുള്ളത് ഡ്രഗ് യൂസർ ഇൻ ലൈഫ്, ജീവിതത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണ്. ഡോണ്ട് ലെറ്റ് യുവർ ചിയേഴ്സ് എൻഡ് ഇൻ ടിയേഴ്സ്. മദ്യപിക്കുമ്പോൾ ചിയേഴ്സ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മദ്യപാനിയായി അത് അവസാനം കണ്ണുനീരിൽ അവസാനിപ്പിക്കരുത്. സേ നോ ടു ഡ്രഗ്സ്. മയക്കുമരുന്നിനോട് നോ പറയുക. ഈ സ്ലോഗൻസ് ഒക്കെ വിദ്യാർത്ഥികൾക്ക് പോസ്റ്റർ മേക്കിങ്ങിൽ ഉപയോഗിക്കാവുന്നതാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി, ലെറ്റ്സ് ലേൺ മോർ അബൌട്ട് വേർഡ്സ് ഗിവൺ ഓൺ പേജ് 85. പദങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക. ആക്ടിവിറ്റി 1, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി. നമ്മുടെ കഥയിൽ നിന്നുള്ള ഏതാനും സെൻറ്റൻസുകൾ ഇവിടെ തന്നിരിക്കുന്നു, അതൊന്ന് വായിക്കുക. ഹി വാസ് ബൈ പ്രൊഫഷൻ എ സോളിസിറ്റർ. ഐ വാസ് എ യങ് ഡോക്ടർ അറ്റ് ദ ടൈം. ഇറ്റ് വാസ് എ സർജന്റ് ഓഫ് പോലീസ്. ദ വേർഡ്സ് ഗിവൺ ഇൻ ബോൾഡ് റെഫർ ടു വേരിയസ് പ്രൊഫഷൻസ്. ഈ 3 സെൻറ്റൻസിലും ബോൾഡായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ പദങ്ങൾ ഓരോ വ്യത്യസ്തമായ പ്രൊഫഷൻ, തൊഴിലുമായി ബന്ധപ്പെടുന്ന പദങ്ങളാണ്. ഇനി ദ നെയിംസ് ഓഫ് ഡിഫറെൻറ്റ് പ്രൊഫഷൻസ് ആർ ഗിവൺ ഓൺ ദ ലെഫ്റ്റ് കോളം ആൻഡ് ദ ഡീറ്റെയിൽസ് ആർ ഗിവൺ ഓൺ ദ റൈറ്റ്. ഇവിടെ 2 കോളങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ലെഫ്റ്റ് സൈഡിലെ കോളത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള പ്രൊഫഷനുകളെ സൂചിപ്പിക്കുന്ന പദങ്ങൾ തന്നിരിക്കുന്നു. വലതുഭാഗത്ത് റൈറ്റ് സൈഡിൽ അവയുടെ വിശദീകരണം തന്നിരിക്കുന്നു. എന്നാൽ അവ കൃത്യമായ ഓർഡറിലല്ല. മാച്ച് ദി ഐറ്റംസ് ബൈ ഡ്രോയിങ് ലൈൻസ്. അവ ശരിയാം വിധം മാച്ച് ചെയ്ത് രേഖപ്പെടുത്തുക. നാം അത് ഇവിടെ ചെയ്തിരിക്കുന്നു. 1, അക്കൗണ്ടൻറ്റ്. റൈറ്റ് സൈഡിൽ 1 മാർക്ക് ചെയ്തിരിക്കുന്നത്. എ പേഴ്സൺ ഹൂ വർക്ക്സ് വിത്ത് മണി ആൻഡ് അക്കൗണ്ട്സ്. അക്കൗണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പണം അതുപോലെ തന്നെ മറ്റ് കണക്കുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന വ്യക്തി. Astronomer. Number 2, a person who studies stars and the universe. നക്ഷത്രങ്ങളെക്കുറിച്ച്, പ്രപഞ്ചത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്ന വ്യക്തിക്കാണ് ആസ്ട്രോണമർ എന്ന് പറയുന്നത്. Then botanist. 3, a person who studies plants. പ്ലാന്റ്സിനെ കുറിച്ച് പഠനം നടത്തുന്ന വ്യക്തി ബോട്ടാനിസ്റ്റ്. Carpenter. Number 4, a person who makes things from wood. മരത്തിൽ നിന്ന് വസ്തുക്കളൊക്കെ നിർമ്മിക്കുന്ന മരപ്പണിക്കാരൻ. Then dentist. Number 5, a person who can fix problems of your teeth. നിങ്ങളുടെ പല്ലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വ്യക്തി ഡെന്റിസ്റ്റ്. Electrician. Number 6, a person who works with electric circuits.
വൈദ്യുതി സർക്യൂട്ടുകളുമായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് ഇലക്ട്രീഷ്യൻ എന്ന് പറയാം. ദെൻ ഫയർ ഫൈറ്റർ. നമ്പർ 7, എ പേഴ്സൺ ഹു പുട്ട്സ് ഔട്ട് ഫയർ. തീപിടുത്തം അതുമായി ബന്ധപ്പെട്ട് അത് അണയ്ക്കുന്ന വ്യക്തികൾ ഫയർ ഫൈറ്റർ. ദെൻ ഹെയർ ഡ്രസ്സർ. നമ്പർ 8, എ പേഴ്സൺ ഹു കട്ട്സ് യുവർ ഹെയർ ഓർ ഗിവ്സ് ഇറ്റ് എ ന്യൂ സ്റ്റൈൽ. തലമുടിയുമായി ബന്ധപ്പെട്ട് അത് വെട്ടുന്ന വ്യക്തിക്കൊക്കെ ഹെയർ ഡ്രസ്സർ എന്നുള്ള പേര് പറയുന്നു. നെക്സ്റ്റ്, ആക്ടിവിറ്റി 2, പേജ് 86. ഈ ആക്ടിവിറ്റിയിൽ നാം പ്രത്യേകമായ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇംഗ്ലീഷ് ലാംഗ്വേജിലെ പദങ്ങളെ പ്രധാനമായിട്ടും 2 ക്ലാസ്സുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ക്ലോസ്ഡ് വേർഡ് ക്ലാസ്സസ് ആൻഡ് ഓപ്പൺ വേർഡ് ക്ലാസ്സസ്. നമുക്കറിയാം, ഓരോ ഭാഷയും വർഷങ്ങളുടെ ഉപയോഗത്തിലൂടെ പുതിയ പുതിയ പദങ്ങൾ ആ ഭാഷയിലേക്ക് ചേർക്കും. ഇംഗ്ലീഷ് ഭാഷയും ഒരുപാട് വർഷങ്ങളിലൂടെ ധാരാളം പുതിയ പുതിയ പദങ്ങൾ ആ ലാംഗ്വേജിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നാൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ഡിറ്റർമിനേഴ്സ്, പ്രൊനൗൺസ്, പ്രിപ്പോസിഷൻസ് ആൻഡ് കൺജങ്ഷൻസ്, ഈ 4 കാറ്റഗറിയിൽ വരുന്ന പദങ്ങൾ പുതിയ പദങ്ങളെ സ്വീകരിക്കില്ല. അവ ആ പഴയത് തന്നെ, അവയിലേക്ക് പുതിയ പുതിയ പദങ്ങളെ ചേർക്കുന്നില്ല. ഡിറ്റർമിനറായിട്ടോ പ്രോനൗണായിട്ടോ പ്രിപ്പോസിഷനായിട്ടോ കൺജങ്ഷനായിട്ടോ പുതിയ പദങ്ങൾ വരുന്നില്ല എന്നർത്ഥം. അതുകൊണ്ട് ഇവയ്ക്ക് ക്ലോസ്ഡ്, അടഞ്ഞ എന്നർത്ഥം വരുന്ന വേർഡ് ക്ലാസ്സസ് എന്നാണ് പറയുന്നത്. They are so called because no new word is added to such classes in the course of time. കാലങ്ങളുടെ മാറ്റത്തിലൂടെ, വർഷങ്ങളുടെ സഞ്ചാരത്തിലൂടെ ഈ കാറ്റഗറിയിലേക്ക് പുതിയ പദങ്ങൾ ചേർക്കപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അവ ക്ലോസ്ഡ് ആയി മാറുന്നത്. എന്നാൽ but in the word classes like nouns, verbs, adjectives and adverbs, new words are being added. എന്നാൽ ഭാഷയിലെ തന്നെ നൗൺസ്, നാമങ്ങൾ, വേർബ്സ്, ക്രിയകൾ, ആഡ്ജക്റ്റീവ്സ്, നാമവിശേഷണങ്ങൾ, ആൻഡ് ആഡ്വേർബ്സ്, ക്രിയാവിശേഷണങ്ങൾ, ഇങ്ങനെയുള്ള പദങ്ങളുടെ കൂട്ടത്തിലേക്ക് ന്യൂ വേർഡ്സ് ആർ ബീങ് ആഡഡ്, പുതിയ പുതിയ പദങ്ങളൊക്കെ ചേർന്ന് വരുന്നു. Such classes of words are termed as open word classes. പുതിയ പദങ്ങളെ ചേർക്കാൻ പറ്റുന്ന, പുതിയ പദങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്ന സന്ദർഭത്തിൽ അവ ഭാഷയിലേക്ക് ചേർക്കപ്പെടുന്ന ഈ കാറ്റഗറിക്ക് അതുകൊണ്ട് തന്നെ ഓപ്പൺ വേർഡ് ക്ലാസ്സസ് എന്നാണ് പറയുന്നത്. അവ ഓപ്പൺ ആണ്, തുറന്നതാണ്. എപ്പോഴും പുതിയ പദങ്ങൾ അതിലേക്കൊക്കെ ചേർന്ന് വന്നേക്കാം. ഇങ്ങനെ ക്ലോസ്ഡ് ആൻഡ് ഓപ്പൺ എന്നിങ്ങനെ 2 തരം പദങ്ങളുടെ ക്ലാസ്സുകൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലുണ്ട്. ഇനി നമ്മുടെ ആവശ്യപ്പെടുന്നത് ഇതാണ്. Look how the words in the first paragraph of the story are categorized into 2 word classes in the following table. ഇവിടെ നമുക്ക് ക്ലോസ്ഡ് വേർഡ്സ്, ഓപ്പൺ വേർഡ്സ് എന്നിങ്ങനെ 2 കോളംസ് ഒരു ടേബിളിൽ തന്നിട്ടുണ്ട്. അതിലേക്കൊക്കെ നമ്മുടെ കഥയിലെ 1ാമത്തെ പാരഗ്രാഫിൽ നിന്ന് ചേർക്കാൻ പറ്റുന്ന പദങ്ങളെ ചേർത്തതും ശ്രദ്ധിക്കുക. നമ്മുടെ 1ാമത്തെ പാരഗ്രാഫ് നമുക്കറിയാം, ഓൺ ദ സെക്കൻഡ് ഡേ ഔട്ട് ഫ്രം ന്യൂയോർക്ക് എന്നുള്ള ഈ പാരഗ്രാഫിൽ നിന്നുള്ള പദങ്ങളാണ് ക്ലോസ്ഡ് ഏത്, ഓപ്പൺ ഏത് എന്ന് നാം തിരിച്ചറിഞ്ഞ് ചേർക്കേണ്ടത്. അതോടൊപ്പം തന്നെ യു ഹാവ് ഓൾറെഡി ലേൺഡ് ദാറ്റ് ദ വേർഡ്സ് യു യൂസ് ഇൻ യുവർ സ്പീച്ച് ആൻഡ് റൈറ്റിംഗ് ബിലോങ് ടു ഡിഫറെൻറ്റ് കാറ്റഗറീസ്. നാം നമ്മുടെ എഴുത്തിലും നമ്മുടെ സംസാരത്തിലുമൊക്കെ നിത്യേന ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പദങ്ങളെല്ലാം തന്നെ വ്യത്യസ്ത കാറ്റഗറിയിൽപ്പെട്ടതാണ്. എന്ന് വെച്ചാൽ നാം നൗണായിട്ട്, ആഡ്ജക്റ്റീവായിട്ട്, വേർബായിട്ട്, ആഡ്വേർബായിട്ട്, പ്രിപ്പോസിഷനായിട്ട്, കൺജങ്ഷനായിട്ട്, അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് ആയിട്ടുള്ള എ, ഒ, ആൻ, ദ തുടങ്ങിയ ഡിറ്റർമിനേഴ്സ്, ഇങ്ങനെ പല കാറ്റഗറിയിൽപ്പെട്ട പദങ്ങളെയാണ് ഉപയോഗിക്കുന്നത്. ഇനി നാം അത് ക്ലോസ്ഡ്, ഓപ്പൺ എന്നിങ്ങനെ വേർതിരിച്ച് എഴുതാൻ ശ്രമിക്കുക. A few examples for each word class are given in the table below. ഇവിടെ തന്നിരിക്കുന്ന ടേബിളിൽ ഏതാനും ഉദാഹരണങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. Pick out more examples from the story and fill the table. ആ ടേബിളിലേക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ നാം കഥയിൽ നിന്ന് എടുത്ത് എഴുതി ചേർക്കുക. ഈ പാരഗ്രാഫ് മാത്രമല്ല, നമുക്ക് നമ്മുടെ കഥയിൽ നിന്ന് തന്നെ ഇത്തരം 2 ക്ലാസ്സിലും പെട്ട പദങ്ങളെ എഴുതി ചേർക്കാവുന്നതാണ്. നാം ആദ്യം ക്ലോസ്ഡ് വേർഡ് ക്ലാസ്സസ് എന്ന ക്ലാസ്സിലെ പദങ്ങളെയാണ് പരിചയപ്പെടുന്നത്. ഡിറ്റർമിനർ, പ്രൊനൗൺ, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ
തുടങ്ങിയ കാറ്റഗറിയിൽ പെടുന്ന പദങ്ങളൊക്കെ ക്ലോസ്ഡ് വേർഡ് ക്ലാസസിൽ ഉൾപ്പെടുന്നു. ഇതിൽ ഡിറ്റർമിനർ എന്നതിനെ അല്പം കൂടെ വിശദമായിട്ട് നാം മനസ്സിലാക്കണം. ദ ഡിറ്റർമിനേഴ്സ് ബ്രോഡ്ലി ഇൻക്ലൂഡ് ദി ആർട്ടിക്കിൾസ്. ഇംഗ്ലീഷ് ഗ്രാമറിലെ ആർട്ടിക്കിൾസ് എന്നറിയപ്പെടുന്ന ദ, എ ഓർ ആൻ ഡിറ്റർമിനർ കാറ്റഗറിയിൽ വരുന്നു. ദ ഡെമോൺസ്ട്രേറ്റീവ്സ് എന്ന് ഗ്രാമറിൽ അറിയപ്പെടുന്ന ദിസ്, ദാറ്റ്, ദീസ്, ദോസ് എന്നീ പദങ്ങൾ. ദ പൊസസീവ്സ് പ്രോനൗണുകളുടെ പൊസസീവ് രൂപങ്ങൾ മൈ, യുവർ, ദെയർ, ഹിസ്, ഹെർ, ഇറ്റ്സ് തുടങ്ങിയ ധാരാളം ഫോമുകൾ. അതോടൊപ്പം തന്നെ ആൻഡ് ദ ക്വാണ്ടിഫയേഴ്സ് വസ്തുക്കളുടെ എണ്ണം അല്ലെങ്കിൽ അളവൊക്കെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള പദങ്ങളായ മെനി, ഓൾ, ടു, ഫ്യൂ, എ ഫ്യൂ, ലിറ്റിൽ, എ ലിറ്റിൽ, സം, എ ലോട്ട് ഓഫ്, എറ്റ്സെട്ര തുടങ്ങിയ പദങ്ങളൊക്കെ ഡിറ്റർമിനർ എന്നുള്ള കാറ്റഗറിയിലാണ് പെടുന്നത്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഡിറ്റർമിനർ കാറ്റഗറിയിൽ വരുന്ന ചില പദങ്ങളൊക്കെ മറ്റ് കാറ്റഗറിയിൽ പെടുന്ന പദങ്ങളെപ്പോലെ ലാംഗ്വേജിൽ പ്രവർത്തിക്കും. ഉദാഹരണത്തിന് ദിസ്, ദാറ്റ് ഇവ ഡെമോൺസ്ട്രേറ്റീവ് ആണ്. അതോടൊപ്പം തന്നെ അവ ഡിറ്റർമിനർ എന്ന രൂപത്തിലാണ് നാം ഗ്രാമറിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ ദിസ് എന്നതിന് പ്രോനൗൺ ആയിട്ടും അതോടൊപ്പം തന്നെ ദാറ്റ് എന്നതിന് പ്രോനൗണും കഞ്ചങ്ഷനും ഒക്കെ ആയിട്ട് ലാംഗ്വേജിൽ പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കണം. അഡ്വാൻസ് ഗ്രാമർ പഠിക്കുമ്പോൾ വിദ്യാർത്ഥികൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. ഇനി നമ്മുടെ ആദ്യ പാരഗ്രാഫിൽ ഉൾപ്പെടുന്നതും നാം നമ്മുടെ സ്റ്റോറിയിൽ നിന്ന് എടുത്തതുമായിട്ടുള്ള പദങ്ങളാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. ദ, ഹിസ്, എവറി, ദിസ്, മൈ തുടങ്ങിയതെല്ലാം ഡിറ്റർമിനർ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്ന ഉദാഹരണങ്ങളാണ്. പ്രോനൗണായിട്ട് ഐ, മീ, ഹി, ഹിം. അതോടൊപ്പം തന്നെ പ്രിപ്പോസിഷൻ ഓൺ, ഔട്ട്, ഫ്രം, ഓഫ്, എബൌട്ട്, വിത്ത്. കഞ്ചങ്ഷനായിട്ട് ദാറ്റ്. ഇവിടെ കാണാൻ സാധിക്കും ദാറ്റ് എന്നുള്ളത് ഒരു ഡിറ്റർമിനർ അഥവാ ഡെമോൺസ്ട്രേറ്റീവ് ആണ്. പക്ഷേ ഈ പാസേജിൽ അത് ഒരു കഞ്ചങ്ഷനായിട്ട് വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആൻഡ്, ബട്ട് ഇവയൊക്കെ കഞ്ചങ്ഷൻസിന് ഉദാഹരണങ്ങളാണ്. ഇനി ഓപ്പൺ വേർഡ് ക്ലാസ്സസ് എന്നുള്ള ഈ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയതാണ് നൗൺ, വേർബ്, ആഡ്ജക്റ്റീവ്, ആഡ്വേർബ് ഈ കാറ്റഗറിയിൽപ്പെട്ട പദങ്ങളാണ് വരുന്നത്. നമുക്ക് നമ്മുടെ സ്റ്റോറിയിൽ നിന്ന് ധാരാളം നൗൺസും വേർബ്സും ആഡ്ജക്റ്റീവ്സും ആഡ്വേർബ്സും ഒക്കെ കണ്ടെത്താൻ സാധിക്കും. ഏതാനും ഉദാഹരണങ്ങൾ ഇവിടെ ചേർത്തിരിക്കുന്നു. ഇത് വിദ്യാർത്ഥികൾ വായിക്കുക. ന്യൂയോർക്ക്, പാസഞ്ചർ, ഷിപ്പ് ബോട്ട്, ഡേ, സൈൻ, മാൻ, റൗണ്ട്, കോണ്ടാക്ട്സ്, ഡെക്ക്, ടീഡിയം, ഗെയ്സ്, ടൈം, പ്രൊമനേറ്റ് ഇതൊക്കെ നൗണുകളാണ്. മേക്ക്, വാച്ച്, ഗിവ്, became, follow, past, wanted, noticed ഇവയൊക്കെ വേർബുകളാണ്. ആഡ്ജക്റ്റീവ്സ് റൗണ്ട്, കാഷ്വൽ, അവെയർ, ഇമ്പോർച്ചുനേറ്റ്, ടച്ചിങ്, ഡാർക്ക്, സോബർ, റിംലെസ്, സീരിയസ് ഇവയൊക്കെ നാമവിശേഷണങ്ങൾ അഥവാ ആഡ്ജക്റ്റീവ്സ് എന്ന കാറ്റഗറിയിൽ പെടുത്താവുന്ന പദങ്ങളാണ്. ആഡ്വേർബ് ക്രിയാവിശേഷണത്തിൻ്റെ ഉദാഹരണങ്ങൾ suddenly, closely, earnestly, obviously, breathlessly, haltingly, plainly, entirely. ഇനിയും ധാരാളം പദങ്ങൾ ഇതുപോലെ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ സ്റ്റോറിയിൽ നിന്ന് കണ്ടെത്തി ഈ ബോക്സുകളിലേക്ക് ചേർക്കാവുന്നതാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 3 ഓൺ പേജ് 87. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. ഇവിടെ ഏതാനും സെൻറ്റൻസുകൾ നൽകിയിട്ടുണ്ട്, അവ വായിച്ചു നോക്കുക. ലിസണിംഗ് ടു എ സിംഗിൾ സ്റ്റോറി ഈസ് ദ റിഫ്യൂസൽ ഓഫ് ട്രൂത്ത്സ്. Applause of the audience energize the athletes. Racism is deeply affected the life of the African Americans. Freedom is the birthright of an individual. Nightingales have a musical voice. Climate changes threaten the life on Earth. These paintings are very creative. Each of us should be a protector of nature. The argument against fossil fuel consumption is stronger nowadays. He seemed affected by a troubled, rather touching diffidence. Education will enlighten the minds of people. He went on with the same awkwardness. He found time to act as director of a charitable organization.
ഇനി ഈ സെൻറ്റൻസുകളിലെല്ലാം തന്നെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഈ വാക്കുകൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ആക്ടിവിറ്റി ഇതാണ്: പിക്ക് ഔട്ട് ദ വേർഡ്സ് ഹൈലൈറ്റഡ് ഇൻ ദീസ് സെൻറ്റൻസസ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. നാം വായിച്ച ആ സെൻറ്റൻസുകളിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പദങ്ങളെ അവിടുന്ന് എടുത്തുകൊണ്ട് ഇവിടെ തന്നിരിക്കുന്ന ഈ ടേബിൾ പൂർത്തീകരിക്കുക. ഇവിടെ ഈ ടേബിളിൽ 3 കോളംസ് ഉണ്ട്: വേർഡ്, റൂട്ട് വേർഡ്, സഫിക്സസ്. വേർഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നാം ആ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ആ വാക്കുകൾ അത് ഇങ്ങോട്ട് എടുത്തെഴുതിയിരിക്കുന്നു, ഓരോ വാക്കുകളും. ഇനി ഈ വാക്കുകളുടെ റൂട്ട് വേർഡ്, അതിൻ്റെ അടിസ്ഥാന പദരൂപം ഇവിടേക്ക് എഴുതി ചേർക്കുക. എന്നിട്ട് നാം ഹൈലൈറ്റ് ചെയ്ത് കണ്ടെത്തിയ ആ പദങ്ങളിൽ എന്ത് മാറ്റമാണ് റൂട്ട് വേർഡിൽ നിന്ന് ഉണ്ടായത്? അതായത് റൂട്ട് വേർഡിനോടൊപ്പം നാം അതിൻ്റെ അവസാനത്തിൽ ഏതാനും അക്ഷരങ്ങൾ ചേർത്തുകൊണ്ടാണ് ഈ പദങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ റൂട്ട് വേർഡിൻ്റെ ശേഷം, റൂട്ട് വേർഡ് കഴിഞ്ഞ് നാം ഒന്നോ അതിലധികമോ അക്ഷരങ്ങൾ ഉണ്ടാക്കി അതേ പദത്തിൻ്റെ മറ്റ് രൂപങ്ങൾ ഉണ്ടാക്കുന്ന ആ രീതിക്ക് സഫിക്സേഷൻ എന്ന് പറയും. അങ്ങനെ ചേർക്കപ്പെടുന്ന അക്ഷരങ്ങൾ, ഒന്നോ അതിലധികമോ ഉള്ള അക്ഷരങ്ങൾക്ക് സഫിക്സസ് എന്നും പറയും. ഇതേപോലെ റൂട്ട് വേർഡിൻ്റെ മുമ്പിൽ ചേർക്കുമ്പോൾ പ്രിഫിക്സേഷൻ, അത്തരം അക്ഷരങ്ങൾക്ക് പ്രിഫിക്സ് എന്നും പറയും. നാം ഈ ആക്ടിവിറ്റിയിൽ സഫിക്സുകളെ കുറിച്ച് മാത്രമാണ് പറയുന്നത്, റൂട്ട് വേർഡിൻ്റെ ശേഷം ചേർക്കുന്ന അക്ഷരങ്ങൾ. ഒന്നാമത്തെ പദം ഇതായിരുന്നു, റെഫ്യൂസൽ. അത് നാം ഉണ്ടാക്കിയിരിക്കുന്നത് റെഫ്യൂസ് എന്നുള്ള റൂട്ട് വേർഡിനോടൊപ്പം AL എന്ന സഫിക്സ് ചേർത്തുകൊണ്ടാണ്. എനർജൈസ് എന്നുള്ള പദം എനർജി എന്നുള്ള റൂട്ട് വേർഡിനോടൊപ്പം ISE എന്നീ അക്ഷരങ്ങൾ ചേർത്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്. അതുപോലെ റേസിസം എന്ന പദം റേസ് എന്നുള്ള പദത്തോടൊപ്പം ISM എന്ന സഫിക്സ് ചേർത്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്. ഫ്രീഡം, ഫ്രീ എന്നുള്ള പദത്തോടൊപ്പം DOM എന്ന സഫിക്സ് ചേർക്കപ്പെട്ടിരിക്കുന്നു. മ്യൂസിക്കൽ എന്ന പദത്തോടൊപ്പം ചേർത്തിരിക്കുന്നത് AL എന്ന സഫിക്സുകളാണ്. അത് മ്യൂസിക് എന്നുള്ള ബേസ് വേർഡിനോടൊപ്പം ചേർത്താണ് മ്യൂസിക്കൽ ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ ത്രെട്ടൻ, അതിൽ ത്രെറ്റ് എന്നുള്ള ബേസ് വേർഡിനോടൊപ്പം അഥവാ റൂട്ട് വേർഡിനോടൊപ്പം EN ചേർത്ത് ഉണ്ടാക്കിയതാണ്. ക്രിയേറ്റീവ്, ക്രിയേറ്റ് എന്നുള്ള പദത്തോടൊപ്പം IVE ചേർക്കപ്പെട്ടു. വീണ്ടും പ്രൊട്ടക്റ്റർ, അതിൻ്റെ റൂട്ട് വേർഡ് പ്രൊട്ടക്റ്റ് എന്നാണ്. OR എന്നുള്ള സഫിക്സ് ആണ് അതിൽ ചേർത്തിരിക്കുന്നത്. ആർഗ്യുമെൻറ്റ് എന്നുള്ള പദത്തിൽ ആർഗ്യൂ എന്നുള്ള റൂട്ട് വേർഡിനോടൊപ്പം മെൻറ്റ് എന്നുള്ള സഫിക്സ് ചേർത്തുകൊണ്ട് ആർഗ്യുമെൻ്റ് ഉണ്ടാക്കി. ഡിഫിഡൻസ്, ഡിഫിഡൻറ്റ് എന്ന റൂട്ട് വേർഡിനോടൊപ്പം CE ആണ് ചേർത്തത്. എൻലൈറ്റൻ, എൻലൈറ്റ് എന്നുള്ള റൂട്ട് വേർഡിനോടൊപ്പം EN ചേർത്താണ് എൻലൈറ്റൻ ഉണ്ടാക്കിയത്. ഓക്വാർഡ്നെസ്, ഓക്വാർഡ് എന്നുള്ള റൂട്ട് വേർഡിനോടൊപ്പം നെസ് എന്ന സഫിക്സ് ചേർത്തു. ഓർഗനൈസേഷൻ, ഓർഗനൈസ് എന്നുള്ള റൂട്ട് വേർഡിനോടൊപ്പം ഏഷ്യൻ അഥവാ ATION എന്നീ അക്ഷരങ്ങൾ സഫിക്സ് ആയിട്ട് ചേർത്തുകൊണ്ടാണ് ഓർഗനൈസേഷൻ ഉണ്ടാക്കിയത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സഫിക്സുകൾ ചേർക്കുമ്പോൾ ചില അക്ഷരങ്ങൾ മാറ്റപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് റെഫ്യൂസ് എന്നുള്ള പദത്തിലെ E മാറ്റിയിട്ടാണ് AL ചേർത്തത്. അങ്ങനെയാണ് റെഫ്യൂസൽ വന്നത്. ഇതൊക്കെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതാണ് സഫിക്സുകളും റൂട്ട് വേർഡിനോടൊപ്പം സഫിക്സ് ചേർത്തുകൊണ്ട് പുതിയ പദരൂപങ്ങൾ ഉണ്ടാക്കുന്ന രീതിയും. ഇനി നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദ റൂട്ട് വേർഡ്സ് ഹാവ് ചേഞ്ച്ഡ് ദെയർ ഫോംസ് ഓർ ക്ലാസസ് ആഫ്റ്റർ സഫിക്സേഷൻ. നാം മനസ്സിലാക്കിയതാണ്, ഒരു പദത്തിൻ്റെ റൂട്ട് ഫോമിനോടൊപ്പം സഫിക്സ് ചേർത്ത് മറ്റു പദരൂപങ്ങൾ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ സഫിക്സ് ചേർത്തപ്പോൾ ആ റൂട്ട് വേർഡുകൾ ഒന്നുകിൽ അത് നൗണായിട്ടോ അല്ലെങ്കിൽ വേർബായിട്ടോ അഡ്ജക്റ്റീവായിട്ടോ ഒക്കെ മാറിയേക്കാം. അങ്ങനെയുള്ള ആ പദങ്ങളെ കാറ്റഗറൈസ് ദം ഓൺ ദ ബേസിസ് ഓഫ് ഡെറിവേഷൻ ആസ് ഷോൺ ഇൻ ദ ടേബിൾ ബിലോ. ഇവിടെ തന്നിരിക്കുന്ന ഈ ടേബിളിലേക്ക് നാം ഓരോ പദത്തെയും കാറ്റഗറൈസ് ചെയ്ത് എടുത്തെഴുതുക. നൗൺ സഫിക്സസ് എന്നുള്ള കോളത്തിലേക്ക് നൗണായിട്ട് വരുന്ന പദങ്ങളെ ചേർത്തെഴുതുക. വേർബ് സഫിക്സസ് എന്നുള്ള കോളത്തിലേക്ക് വേർബുകളെ എടുത്തെഴുതുക. ആഡ്ജക്റ്റീവ് സഫിക്സസ് എന്നുള്ള കോളത്തിലേക്ക് ആഡ്ജക്റ്റീവായിട്ട് മാറിയ പദങ്ങളെ എഴുതുക.
നാം അത് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കൂ. നൗൺ സഫിക്സസ് എന്നുള്ള കോളത്തിലേക്ക് എല്ലാ നൗണുകളെയും എടുത്തെഴുതി. റെഫ്യൂസൽ, റേസിസം, ഫ്രീഡം, പ്രൊട്ടക്ടർ, ആർഗ്യുമെന്റ്, ഡിഫിഡൻസ്, ഓക്വാർഡ്നെസ്, ഓർഗനൈസേഷൻ. ഇതിലൊക്കെ നാം ഈ റെഡ് ലെറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് സഫിക്സുകളാണ്. ആ പദങ്ങളുടെ റൂട്ട് ഫോമിനോടൊപ്പം ഇത്തരം സഫിക്സുകൾ ചേർത്തുകൊണ്ടാണ് ഇവയുടെ നൗൺ ഫോമുകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി വേർബ് സഫിക്സസ് എന്നുള്ള കോളത്തിലേക്ക് എനർജൈസ്, ത്രെറ്റൻ, എൻലൈറ്റൻ എന്നീ വേർബ് രൂപങ്ങൾ എഴുതിയിരിക്കുന്നു. ഇവിടെയും റെഡ് ലെറ്ററിൽ ഹൈലൈറ്റ് ചെയ്തത് സഫിക്സുകളാണ്. ആ സഫിക്സുകൾ ചേർത്തുകൊണ്ടാണ് എനർജി എന്നുള്ള ഒരു നൗൺ ഫോമിനെ എനർജൈസ് എന്നുള്ള വേർബായി മാറ്റിയത്. അതുപോലെ തന്നെ ത്രെറ്റ് എന്നുള്ള ഒരു നൗൺ ഫോമിനെ ത്രെറ്റൻ എന്നുള്ള വേർബാക്കിയും മാറ്റി. എൻലൈറ്റൻ എന്നുള്ളത് വേർബാക്കാൻ en എന്നുള്ള സഫിക്സ് ആണ് ചേർത്തത്. ഇനി മ്യൂസിക്കൽ എന്നുള്ളത് ആഡ്ജക്റ്റീവായി, ക്രിയേറ്റീവ് എന്നതും ആഡ്ജക്റ്റീവായി മാറി. മ്യൂസിക് എന്നുള്ള നൗൺ ഫോമിനോടൊപ്പം al എന്നുള്ള സഫിക്സ് ചേർത്തപ്പോഴാണ് മ്യൂസിക്കൽ ഉണ്ടായത്. ക്രിയേറ്റ് എന്നുള്ള ഒരു വേർബിനോടൊപ്പം ive എന്നീ അക്ഷരങ്ങൾ സഫിക്സായി ചേർത്തപ്പോൾ ക്രിയേറ്റീവ് എന്നുള്ള ആഡ്ജക്റ്റീവ് ഫോം ഉണ്ടായി. ഈ കാര്യങ്ങൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി. Activity 4 on page 88. Fill in the following passage using appropriate words from the box below. ഇവിടെ നമുക്ക് ഒരു പാസേജ് നൽകിയിട്ടുണ്ട്. ആ പാസേജ് പൂർത്തീകരിച്ചെഴുതുക. അതിനുവേണ്ടി ഇവിടെ ബോക്സിൽ നൽകിയിരിക്കുന്ന പദങ്ങളിൽ നിന്ന് അനുയോജ്യമായത് ഉപയോഗിക്കുക. ഇവിടെ തന്നിരിക്കുന്ന പദങ്ങളെല്ലാം നാം നമ്മുടെ സ്റ്റോറിയിൽ മനസ്സിലാക്കിയതാണ്, പരിചയപ്പെട്ടതാണ്. മാൽ അഡ്ജസ്റ്റഡ്, അഡ്ജസ്റ്റ് ചെയ്യാൻ പ്രയാസമുള്ള. പാൾട്രി, മീഗർ, തുച്ഛമായ. ഡിസാമിങ്, പ്ലീസിങ്, നമുക്ക് സന്തോഷം നൽകുന്ന, നമുക്ക് ഇഷ്ടം തോന്നിപ്പിക്കുന്ന എന്നൊക്കെ അർത്ഥം. ഗോ ഓൺ, കണ്ടിന്യൂ. ഓക്വാർഡ്നെസ്, വൈഷമ്യം, മനപ്രയാസം. ജെനുവിൻ, ശുദ്ധമായ, യഥാർത്ഥമായ. ഇമ്പോർച്ചുനേറ്റ്, അലോസരപ്പെടുത്തുന്ന. ഗിവൺ അപ്പ്, ഉപേക്ഷിക്കപ്പെട്ട. ടീഡിയം, ബോർഡം, വിരസത. അപ്പാരൻ്റ്ലി, പ്രത്യക്ഷത്തിൽ, യഥാർത്ഥത്തിൽ എന്നൊക്കെ അർത്ഥം. The tedium of life in old age homes has been pointed out by many. The embarrassment old people faces there is mainly out of the importunate curiosity of the visitors who come there. Many of the old people are maladjusted because of the long and solitary lives they have to lead there. Apparently, there are no genuine cases of abandoned parents because of the financial condition of the family. Most of them are given up by their wealthy children. We have to go on enlightening our youths against the tendency to fly away from their parents. The paltry sum they send is nothing if they really know the value of the disarming smiles that bloom on the faces of their parents when they are properly cared for in their old age. ഈ പാസേജ് വായിച്ച് അതിലെ ആശയത്തിനനുസൃതമായിട്ട് അനുയോജ്യമായ പദങ്ങൾ ചേർത്തത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഇതോടെ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് എന്ന അധ്യായവുമായി ബന്ധപ്പെട്ട ടെക്സ്ച്വൽ ആക്ടിവിറ്റീസ് നാം പൂർത്തീകരിക്കുകയാണ്. ഇവിടെ നാം വിശദീകരിച്ച കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിരിക്കും, ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. ഇംഗ്ലീഷ് എഡ്യൂസ്പോർട്ട് എഡ്യു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.